Dear friends, you are welcome to Historia. Historia പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് എന്നൊരു ടോപ്പിക്കാണ്. നമുക്കറിയാം നമ്മുടെ പ്രിലിംസ് എക്സാം വരുന്നുണ്ട്. പ്ലസ് ടു നിലവാരത്തിലുള്ള പ്രിലിംസ് എക്സാമും അതോടൊപ്പം തന്നെ ഡിഗ്രി നിലവാരത്തിലുള്ള പ്രിലിംസ് എക്സാമും മെയ് 22 ആരംഭിക്കുന്നത്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ്. ഇന്ത്യയിലേക്ക് വരുന്ന യൂറോപ്യന്മാരുടെ ഇന്ത്യയിലെ ആഗമനം, ഇന്ത്യയിലെ കോളനിവൽക്കരണം, ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമുക്കറിയാം ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാർ ആദ്യമായിട്ട് വരുന്നത് കടൽമാർഗം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരുന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. രണ്ടാമത് വരുന്നത് ഡച്ചുകാരാണ്. അതിനുശേഷം ഇംഗ്ലീഷുകാർ വരുന്നത്, അതിനുശേഷം ഫ്രഞ്ചുകാർ വരുന്നത്, അതിനിടയിൽ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരുന്ന ഇന്ത്യയിലെ കോളനിവൽക്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യയിലേക്ക് ആദ്യമായി എത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയുമായി ആദ്യമായിട്ടൊരു വിദേശ വ്യാപാരം ചെയ്യുന്ന അറബികളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശികളും ഇന്ത്യയുമായി ആദ്യമായി ഒരു വിദേശ വ്യാപാരം നടത്തുന്ന അറബികളാണ്. പക്ഷേ കടൽ മാർഗം ആദ്യമായി ഇന്ത്യയിലെത്തുന്ന യൂറോപ്യന്മാർ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് പോർച്ചുഗീസാണ്. അപ്പോൾ അതിനു മുന്നേ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടോ ചോദിച്ചാൽ അതിനു മുന്നേ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം മധ്യേഷ്യ വഴി മെസ്സപ്പൊട്ടോമിയ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ വഴി ഇന്ത്യക്ക് ഒരുപാട് യൂറോപ്യന്മാർ വന്നിരുന്നു. പക്ഷേ പിന്നീട് 1453 അറിയാം, 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടുകൂടി ഈ ഏഷ്യ മൈനറിലൂടെയുള്ള വഴി അല്ലെങ്കിൽ നമ്മൾ ഇറാഖ് മെസ്സപ്പൊട്ടോമിയ വഴിയുള്ള വരവുള്ള ആ വഴി കരമാർഗമുള്ള വഴി വരെ അടയുകയാണ് ചെയ്തത്. കിഴക്കൻ രാഷ്ട്രങ്ങളിലേക്കുള്ള വഴി അടയുകയാണ് ചെയ്തത്. അങ്ങനെ കടൽ വഴി പുതിയ മാർഗം കണ്ടുപിടിക്കണം എന്നൊരു നിർബന്ധിതരാവുകയും അങ്ങനെയാണ് കടൽ മാർഗം ആദ്യമായിട്ട് വരുന്ന യൂറോപ്യന്മാരുള്ള പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ അതിനു മുന്നേ 1488 മറ്റൊരാൾ വരുന്നത്. 1488 ഈ കടൽ മാർഗം കിഴക്കൻ രാഷ്ട്രങ്ങളിലേക്ക് ആദ്യമായി വഴി കണ്ടെത്തുന്ന ലക്ഷ്യത്തോടുകൂടി ബർത്തലോമിയോ ഡയസ് അവിടെ എത്തുന്നത് നമ്മുടെ ആഫ്രിക്കയുടെ മുൻപ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്സ് എന്ന് പറയാറുണ്ട്. ആരാണ്? ബർത്തലോമിയോ ഡയസ് ആണ്. ബർത്തലോമിയോ ഡയസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയും. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കിട്ടിയ ശുഭപ്രതീക്ഷ മുൻപ് എന്ന് പറയാം. അങ്ങനെ ആഫ്രിക്കൻ മുൻപിലെത്തുന്ന അദ്ദേഹം ആ വഴിയിലൂടെ തന്നെയാണ് പിന്നീട് മറ്റുള്ള ആളുകളും വരുന്നത്. ആരാണ് ആ വഴിയിലൂടെ പിന്നീട് വന്നത്? ആ വഴിയിലൂടെ പിന്നീട് വരുന്ന ആളാണ് 1498 മെയ് 20, ഡേറ്റ് മറക്കുന്നത് May 20, കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തുള്ള കപ്പക്കടവ് എന്നറിയപ്പെടുന്ന കാപ്പാട് ആര് വന്നു? വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങുന്നു. ഇപ്പൊ ഈ 3 ഡേറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മിക്കുക. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയിൽ കീഴടക്കിയോടുകൂടി കിഴക്കൻ രാഷ്ട്രങ്ങളിൽ ഈ കരമാർഗമുള്ള ആ വഴി അവരുടെ ഗതാഗതം അടയുകയും അങ്ങനെ കടൽ മാർഗം പുതിയ വഴികൾ കണ്ടെത്താൻ അവർ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. അങ്ങനെ 1487 ബർത്തലോമിയോ ഡയസ് പോർച്ചുഗലിൽ നിന്ന് അവിടെ വരുന്നത് നമ്മൾ പറഞ്ഞാൽ ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആഫ്രിക്കന് മുൻപ് എത്തിച്ചേരുന്നത്. ആ വഴിയിലൂടെ തന്നെയാണ് പിന്നീട് 1498 മെയ് 20 കോഴിക്കോടുള്ള ചേമഞ്ചേരി പഞ്ചായത്തിലെ കപ്പക്കടവ് എന്നറിയപ്പെടുന്നത് പിന്നീട് ലോപിച്ച് കാപ്പാടായിത്തീരുന്നു. കാപ്പാട് എന്ന സ്ഥലത്ത് അദ്ദേഹം വന്നിറങ്ങുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് കടൽ മാർഗം ആദ്യമായിട്ടൊരു വഴി കണ്ടെത്തുന്നത് പോർച്ചുഗീസുകാരാണ്. വാസ്കോ ഡി ഗാമയാണ് വന്നത് എന്ന് നോക്കി. അദ്ദേഹം വരുന്ന കപ്പലിന്റെ പേര് സെന്റ് ഗബ്രിയേൽ എന്ന് പറയുന്നത്. എന്താണ്? സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലാണ് അദ്ദേഹം വരുന്നത്. അതുകൂടാതെ സെന്റ് റാഫേൽ ആൻഡ് സെന്റ് ബെറിയോ ഇതെല്ലാം അദ്ദേഹം വന്ന കപ്പലുകളാണ്. പക്ഷെ അതിൽ അദ്ദേഹം കമാൻഡ് ചെയ്ത കപ്പലാണ് സെന്റ് ഗബ്രിയേൽ. അപ്പൊ വാസ്കോ ഡി ഗാമ എന്ന കപ്പലാണ് ഞാൻ പറഞ്ഞത് സെന്റ് ഗബ്രിയേൽ, സെന്റ് ബെറിയോ, സെന്റ് റാഫേൽ. അതിൽ അദ്ദേഹം കമാൻഡ് ചെയ്ത കപ്പൽ, അദ്ദേഹം വന്ന കപ്പലാണ് സെന്റ് ഗബ്രിയേൽ എന്ന് നോക്കി. അപ്പൊ ഗാമ വന്ന കപ്പൽ ഓർക്കുക, സെന്റ് ഗബ്രിയേൽ എന്ന് ഓർത്തു വയ്ക്കുക. ഗാമ വന്നു. അതിനുശേഷം പിന്നീട് ഉണ്ടാകുന്നതാണ് അദ്ദേഹം വന്ന് കോഴിക്കോട് സാമൂഹികമായ കച്ചവട ബന്ധത്തിന് താല്പര്യം വർഷത്തിൽ നടക്കാതെ വന്ന അദ്ദേഹം കൊച്ചിയിലേക്ക് പോകുന്നു. കൊച്ചിയിലെ രാജാവുമായി അദ്ദേഹം കച്ചവടം ഉണ്ടാക്കി. ഇവിടുന്ന് അദ്ദേഹം ഒരുപാട് ലാഭം അദ്ദേഹത്തിന് ഈ ഇന്ത്യയിലേക്ക് വരാൻ ചെലവായതിന്റെ 60 ഇരട്ടി ഇന്ത്യയിലേക്ക് വരാൻ ചെലവായതിന്റെ 60 ഇരട്ടി ലാഭമായിട്ടാണ് അദ്ദേഹം പിന്നീട് ഇവിടെ ചേരുന്നത്. പോർച്ചുഗലിൽ തിരിച്ചെത്തുന്നത് ലിസ്ബൺ എന്നാണ് അദ്ദേഹം പുറപ്പെട്ടത്. എവിടെയാണ് അദ്ദേഹം പറഞ്ഞത്? 1497 പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബൺ തുറമുഖത്താണ് അദ്ദേഹം യാത്ര തിരിച്ചത്. ഡോം മാനുവൽ എന്ന രാജാവിന്റെ ആശീർവാദത്തോടുകൂടി. ആരാണ്? ഡോം മാനുവൽ. അദ്ദേഹത്തെ പോർച്ചുഗലിൽ നിന്ന് യാത്രയാക്കിയ സാമ്പത്തികമായും സൈനികമായും അദ്ദേഹത്തിന് സഹായം കൊടുത്ത് പുതിയ വഴികൾ കണ്ടെത്താനും പുതിയ രാജ്യങ്ങൾ കച്ചവടത്തിന് വേണ്ടി പുതിയ രാജ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി അദ്ദേഹത്തെ സഹായിച്ച പോർച്ചുഗൽ രാജാവായിരുന്നു ഡോം മാനുവൽ. അദ്ദേഹം പുറപ്പെട്ട പോർച്ചുഗൽ തുറമുഖം ഓർക്കുക, ലിസ്ബൺ എന്ന തുറമുഖം. ഇദ്ദേഹം അവിടെ തിരിച്ചെത്താൻ അദ്ദേഹത്തിന് യാത്രയ്ക്ക് ചെലവായതിന്റെ 60 ഇരട്ടി ലാഭമായിട്ടാണ് അദ്ദേഹം പോർച്ചുഗൽ തരാൻ അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഇന്ത്യൻ മഹാസമുദ്രം മുഴുവൻ കീഴടക്കിയതിന്റെ പേരിൽ തന്നെ ഇദ്ദേഹത്തിന് കമാൻഡർ ഓഫ് ഇന്ത്യൻ ഓഷൻ എന്നൊരു പദവി കൂടി ആയിരുന്നു ഡോം മാനുവൽ. കമാൻഡർ ഓഫ് ഇന്ത്യൻ ഓഷൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കപ്പിത്താൻ എന്ന ഒരു പദവി കൂടി ആര് നൽകുന്നത്? ഡോം മാനുവൽ ആണ്. അതിനുശേഷം ഗാമ പിന്നീട് വരുന്ന 1502 സെക്കൻഡ് അറിയപ്പെടുന്നത്
ഓഫ് ഗാമ രണ്ടാമതായി ഇന്ത്യയിലേക്ക് എത്തി 1502 ദെൻ തേർഡ് അറൈവൽ 1524 അദ്ദേഹം വരുന്നു ആസ് എ വൈസ്രോയി. അപ്പൊ 3 തവണയാണ് ഗാമ ഇന്ത്യയിലേക്ക് വരുന്നത്. ഫസ്റ്റ് അപ്പോൾ 1598 എക്സ്പെഡീഷൻ ആണ്. അത് കഴിഞ്ഞ് 1502 വീണ്ടും വരുന്നു. 1524 മൂന്നാം തവണ വരുന്നത് ആസ് എ പോർച്ചുഗൽ വൈസ്രോയി, പോർച്ചുഗീസിന്റെ വൈസ്രോയി ആയിട്ടാണ് വരുന്നത്. അതിനുശേഷം 1524 ഡിസംബർ 24 അദ്ദേഹം ഡേറ്റ് മറക്കുന്നത് അദ്ദേഹം കൊച്ചിയിൽ വെച്ച് അന്തരിക്കുന്നത്. സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. എവിടെയാണ്? കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ വെച്ച് അടക്കം ചെയ്തു. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം 1539 അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടമെല്ലാം ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോർച്ചുഗലിൽ എവിടെ ജെറോനിമസ് പള്ളിയിൽ അടക്കം ചെയ്യുന്നു. ഏതാണ്? ജെറോനിമസ് പള്ളിയിൽ അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഗാമയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ ആ കടൽമാർഗം കണ്ടെത്തിയ പോർച്ചുഗീസ് നാവികനാണ് നമ്മൾ വാസ്കോഡഗാമ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ഓർത്തിക്കുക. 1498, 1502, 1524 ഓർത്തിക്കുക. ഡൗൺ മാനുവൽ എന്ന് ഓർത്ത് വയ്ക്കുക. 1524 അദ്ദേഹം മരിക്കുന്നു, ഡിസംബർ 24 മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കം ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് 1539 കൊണ്ടുപോകുന്നത്. അവിടെ ജെറോനിമസ് പള്ളിയിൽ അടക്കം ചെയ്യുന്നു, ഓർത്ത് വയ്ക്കുക. ഇനി ഇന്ത്യയിലേക്ക് എത്തുന്ന രണ്ടാമത്തെ പോർച്ചുഗീസ് നാവികൻ ആരാണ്? ഇന്ത്യയിലേക്ക് എത്തുന്ന രണ്ടാമത്തെ പോർച്ചുഗീസ് നാവികൻ എന്ന് പറയുന്നത് 1500 ഇതിനിടയിൽ തന്നെ അദ്ദേഹം പോകുന്നതിന് ശേഷം ആര്? അൽവാരിസ് കബ്രാൾ ആണ് ഇന്ത്യയിലേക്ക് വരുന്നത് രണ്ടാമത്തെ പോർച്ചുഗീസ് നാവികൻ. രണ്ടാമത്തെ പോർച്ചുഗീസ് എക്സ്പെഡിഷൻ അൽവാരിസ് കബ്രാൾ ആയിരുന്നു എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. പിന്നീട് നമുക്ക് പ്രധാനപ്പെട്ട 2 വൈസ്രോയിമാരാണ്. ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറയുന്നവരാണ് ഫ്രാൻസിസ്കോ അൽമേഡയാണ്. കിട്ടിയ അൽമേഡ മറക്കരുത്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ് വെച്ചത്? അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കുള്ളൂ. പക്ഷെ രണ്ടാമത്തെ വൈസ്രോയി ആണ് വളരെ പ്രശസ്ത. റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് എംപയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ യഥാർത്ഥ പോർച്ചുഗീസ് എംപയർ എന്ന് പറയുന്നത് എംപയർ സ്ഥാപിച്ചത് ആരായിരുന്നു? അൽഫോൺസ ഡി അൽബുക്കർക്ക് ആണ്. ആരാണ്? അൽബുക്കർക്ക്. ഇദ്ദേഹമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. അപ്പോൾ അങ്ങനെ സെക്കൻഡ് പോർച്ചുഗൽ വൈസ്രോയി ഇൻ ഇന്ത്യ ഓർക്കുക അൽഫോൺസ ഡി അൽബുക്കർക്ക്, അല്ലെങ്കിൽ ഷോർട്ട്ലി അൽബുക്കർക്ക് എന്ന് പറയുന്ന രണ്ടാമത്തെ പോർച്ചുഗൽ വൈസ്രോയി അൽബുക്കർക്കാണ്. റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് എംപയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ അൽബുക്കർക്കാണ്. അൽബുക്കർക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ശ്രദ്ധിക്കുക. ഒന്ന്, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. അതോടൊപ്പം തന്നെ റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് എംപയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ യഥാർത്ഥ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ച ഈ പറയുന്ന അൽഫോൺസ ഡി അൽബുക്കർക്കാണ്. അതോടൊപ്പം തന്നെ ഓർക്കുക മിക്സഡ് കോളനി സിസ്റ്റം ഇൻ ഇന്ത്യ. മറക്കരുത്, എന്താണ് മിക്സഡ് കോളനി സിസ്റ്റം ഇന്ത്യ. ഇന്ത്യയിലെ മിക്സഡ് കോളനി സിസ്റ്റം കൊണ്ടുവന്ന അൽബുക്കർക്കാണ്. എന്ന് വെച്ചാൽ ഇന്ത്യക്കാരെ മുഴുവൻ അവരുടെ നിറത്തിന്റെയും രക്തത്തിന്റെയും കാര്യത്തിൽ മാത്രം ഇന്ത്യക്കാരാക്കി മാറ്റുക. ബാക്കി ഇന്ത്യക്കാരെല്ലാം അവരുടെ ടേസ്റ്റുകളും വിചാരങ്ങളും ഭാവനകളും സംസ്കാരം മുഴുവൻ എന്താക്കി മാറ്റുക? യൂറോപ്യനാക്കി മാറ്റുക. അതിന് അദ്ദേഹം കണ്ട വഴി ഇന്ത്യയിലെ എല്ലാ യൂറോപ്യന്മാരോടും ഇന്ത്യൻ സ്ത്രീകളെ കല്യാണം കഴിക്കാനും അതിലുണ്ടാകുന്ന മക്കൾ എന്തായിട്ട് മാറും? ഒരു ആംഗ്ലോ ഇന്ത്യൻസ് ആയിട്ട് മാറുമ്പോൾ നമ്മുടെ താല്പര്യങ്ങളെല്ലാം യൂറോപ്യനൈസേഷൻ ചെയ്യാം എന്നാണ് അദ്ദേഹം ധരിച്ചത്. അങ്ങനെ ആ യൂറോപ്യന്മാരെ കൊണ്ടല്ല ഇന്ത്യൻ സ്ത്രീകളെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ള ഒരു സിസ്റ്റമാണത് മിക്സഡ് കോളനി സിസ്റ്റം. അപ്പൊ മിക്സഡ് കോളനി സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നത് അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് സാമ്രാജ്യം യഥാർത്ഥ സാമ്രാജ്യ സ്ഥാപകൻ അൽബുക്കർക്കാണ്. അതോടൊപ്പം സതി അബോളിഷ്ഡ് ഇൻ പോർച്ചുഗീസ് കോളനീസ്. പോർച്ചുഗീസ് കോളനികൾ അന്ന് ഇന്ത്യയിലെ പോർച്ചുഗീസ് കോളനി പ്രധാനമായിട്ടും ഗോവ, ദാമൻ ദ്വീപ് ഇതാണ് പ്രധാനപ്പെട്ട പോർച്ചുഗീസ് കോളനികൾ. ഈ പോർച്ചുഗീസ് കോളനികൾ സതി നിരോധിച്ചതും ആരാണ്? അൽബുക്കർക്കാണ്. മറക്കരുത്, പോർച്ചുഗീസ് കോളനികൾ സതി നിരോധിച്ചത് അൽബുക്കർക്കാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ തലസ്ഥാനം പോർച്ചുഗീസ് തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് എവിടേക്ക് മാറ്റുന്നു? ഗോവയിലേക്ക് മാറ്റിയതും ആരാണ്? അൽബുക്കർക്ക് ആണ്. അപ്പൊ അൽബുക്കർക്കുമായി ബന്ധപ്പെട്ട് 5 കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ഒന്ന്, എന്താ പറഞ്ഞത്? ഒന്ന് യഥാർത്ഥമായിട്ട് പഠിച്ചു വയ്ക്കുക, ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഒന്ന്, രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. അതോടൊപ്പം പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകനാണ് പറയുക. മിക്സഡ് കോളനി സിസ്റ്റം കൊണ്ടുവന്ന വ്യക്തിയാണ്. അതോടൊപ്പം പോർച്ചുഗീസ് കോളനികൾ സതി നിരോധിച്ച വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞു പോർച്ചുഗീസ് തലസ്ഥാനം കൊച്ചിയിൽ നിന്ന് എവിടേക്ക് മാറ്റി? ഗോവയിലേക്ക് മാറ്റി എന്ന് പറയുക. 1510 ബീജാപ്പൂർ സുൽത്താന്റെ കയ്യിൽ നിന്ന് പോർച്ചുഗീസ് ഗോവ പോർച്ചുഗീസ് പിടിച്ചപ്പോൾ 1510 ബീജാപ്പൂർ സുൽത്താന്റെ കയ്യിൽ നിന്നാണ് പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുക മാത്രമല്ല ഇവിടെ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ബ്രിട്ടീഷുകാർ വരുന്നുണ്ട്, ഡച്ചുകാർ വരുന്നുണ്ട്. ബ്രിട്ടീഷുകാരുമായിട്ട് ചെറിയ ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്, കോളനികൾക്ക് വേണ്ടി ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതില് പ്രധാനമായിട്ട് ബോംബെ എന്ന സ്ഥലം എന്ന് പറയുന്നത്. ബോംബെ പോർച്ചുഗീസുകാര് ആർക്ക് കൊടുക്കുന്നു? ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനമായി നൽകുന്ന ഒരു പ്രദേശമാണ് ബോംബെ എന്നത്. എന്ന് വെച്ചാൽ പോർച്ചുഗീസ് രാജകുമാരിയും ബ്രിട്ടീഷ് രാജകുമാരനായ ചാൾസ് രണ്ടാമൻ തമ്മിലുള്ള കല്യാണം. ആ വിവാഹത്തിന് ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ സ്ഥലമാണ് ബോംബെ. ഇതപ്പോൾ പലവട്ടം ചോദിച്ചിട്ടുണ്ട്, പോർച്ചുഗീസുകാര് ഇംഗ്ലീഷുകാർക്ക് സ്ത്രീധനമായി നൽകിയ സ്ഥലം ഏതാ വെച്ചാൽ
ബോംബെ എന്ന് പറഞ്ഞത്. അപ്പൊ ബോംബെ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഈ 1519 പിന്നെ 1961 വരെയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 463 വർഷം, അത്രയും വർഷത്തോളാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത്, ആദ്യം വന്നവരും അവസാനമായി പോയ വിദേശ ശക്തികൾ ആരാണ് വെച്ചത്? പോർച്ചുഗീസ്. 1961 ഓപ്പറേഷൻ വിജയ്, മറക്കരുത്, ഓപ്പറേഷൻ വിജയ് പ്രകാരമാണ്, ഓപ്പറേഷൻ വിജയ് എന്ന മിഷനിലൂടെ നമ്മൾ പോർച്ചുഗീസുകാരിൽ നിന്നും ഗോവ പിടിച്ചെടുക്കുകയും ഗോവ വിമോചിതമാണ്. അപ്പോൾ ഓപ്പറേഷൻ വിജയ് മറക്കരുത്. ഈ ഓപ്പറേഷൻ വിജയ് തന്നെ നമ്മുടെ വി കെ കൃഷ്ണമേനോൻ പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി എ പോലീസ് റെയ്ഡ്. ഇതൊരു പോലീസ് റെയ്ഡാണ്, അത്ര വലിയ മിലിറ്ററി ഓപ്പറേഷൻ എന്നുള്ള ആ രീതിയിൽ വളരെ കൊച്ചാക്കി തന്നെ പറഞ്ഞിട്ട് പോലീസ് റെയ്ഡ്. അപ്പോൾ ഓപ്പറേഷൻ വിജയ് നോർത്തേക്ക് 1961 ലിബറേഷൻ ഓഫ് ഗോവ, ഗോവ വിമോചനമാണ്. ആ ഓപ്പറേഷൻ വിജയെ എന്ത് പറഞ്ഞു? പോലീസ് റെയ്ഡ് എന്ന് വിശേഷിച്ച് ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേനോൻ എന്ന കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ഇനി ഈ ഇത്രയും കാര്യങ്ങൾ, ഇനി പോർച്ചുഗീസിലെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സംഭാവനകളൊന്നും പ്രധാനമായിട്ടും ഒന്ന് ഫോർട്ട് മാനുവൽ നമുക്കറിയാം, പള്ളിപ്പുറം കോട്ട അല്ലെ, ഫോർട്ട് മാനുവൽ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണത് ഈ പറഞ്ഞ ഫോർട്ട് മാനുവൽ. ഇതിനെ പള്ളിപ്പുറം കോട്ട എന്ന് പറഞ്ഞാൽ അയക്കോട്ട എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ ഫോർട്ട് കോട്ട ഏതാണെന്ന് വെച്ചത് ഫോർട്ട് മാനുവൽ കോട്ടയാണ്, പള്ളിപ്പുറം കോട്ടയാണ്, അയക്കോട്ട എന്നൊക്കെ പറയാറുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. മാനുവൽ ഫോർട്ട്, ആ രാജാവിന്റെ പേര് എന്താ പറയാ, ആ പേരിനെ സ്മരിച്ചാണ് ഫോർട്ട് മാനുവൽ എന്ന് പേരിടുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ മട്ടാഞ്ചേരി പാലസ് 1555 മട്ടാഞ്ചേരി പാലസ് അല്ലെങ്കിൽ ഡച്ച് കൊട്ടാരം സ്ഥാപിക്കുന്നു പോർച്ചുഗീസ്. ഡച്ച് കൊട്ടാരം എന്ന് പറഞ്ഞാൽ ഡച്ചുകാരല്ല, പോർച്ചുഗീസാണ്. അന്നത്തെ കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ പണിത് കൊടുക്കുന്ന ഒരു കൊട്ടാരമാണ് ഡച്ച് കൊട്ടാരം അല്ലെങ്കിൽ മട്ടാഞ്ചേരി കൊട്ടാരം. അത് 1555. അതിനപ്പം 1556 മറക്കരുത്, 1556 ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല ഗോവയിൽ സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല ഗോവയിൽ സ്ഥാപിക്കുന്ന 1556, അതും പോർച്ചുഗീസുകാരാണ്. ഇതോടൊപ്പം മറ്റു ചില കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം, കുറെ ചവിട്ട് നാടകം പോലുള്ള കുറെ സാംസ്കാരികമായ ചവിട്ട് നാടകം, മാർഗംകളി, ഇങ്ങനെയുള്ള കുറെ വിദേശ രീതിയിലുള്ള സംസ്കാരത്തിന്റെ ഭാഗം കൂടി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കൈതച്ചക്ക, പൈനാപ്പിള്, ടാപ്പിയക്കോ, അങ്ങനെയുള്ള കുറെ മരച്ചീനി പോലുള്ള സാധനങ്ങൾ, വെറ്റൽമുളക്, പേരക്ക, ഇതെല്ലാം ഇന്ത്യയിൽ കൊണ്ടുവന്നും ശാസ്ത്രീയ രീതിയിലുള്ള കൃഷി ആരംഭിച്ചതും ഒക്കെ ആരാണ്? ഈ പോർച്ചുഗീസുകാരെന്ന കാര്യം കൂടി ഓർക്കുക. അപ്പൊ ഇതെല്ലാം പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ പോർച്ചുഗീസുകാർ അങ്ങനെ ഈ ഗോവയിൽ അവർ ഒതുങ്ങും. കൊച്ചിയിൽ നിന്ന് തലസ്ഥാനം എവിടെ മാറ്റി? ഗോവയിലേക്ക് മാറ്റി. പിന്നെ ഗോവയിൽ ഒതുങ്ങും. പിന്നീട് 1961 ഈ ഓപ്പറേഷൻ വിജയ് നിന്ന് അവരെ പുറത്താക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം വിദേശാധിപത്യം കീഴിലെ സംസ്ഥാനം വെച്ചാൽ അത് ഗോവയാണ്. ഇന്ത്യയിൽ ആദ്യമായി വന്നതും അവസാനമായി പോയതുമായ വിദേശ ശക്തികൾ ആരാച്ചാൽ അത് പോർച്ചുഗീസാണ്. നമുക്ക് ഇപ്പൊ 1498 മുതൽ മറക്കരുത്, 98 മുതൽ 1961 വരെയാണ് ഇന്ത്യയിൽ ആരുണ്ടായിരുന്നത്? പോർച്ചുഗീസിന്. അപ്പൊ ഇതാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് കോളനിവൽക്കരണം എന്ന കാര്യം ഓർത്തിക്കുക. അപ്പൊ ഗാമ എന്ന കാര്യങ്ങൾ ഓർത്തിക്കുക, അൽവാരിസ് കബ്രാൾ ഓർത്തു വയ്ക്കുക, അൽബുക്കർക്ക് ഓർത്തിക്കുക, അൽമേഡ ഓർത്തിക്കുക. പിന്നെ ഈ പറഞ്ഞ കാര്യം, ഇത്രയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നല്ല ടോപ്പിക്കുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും